ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി വാർഷിക മൂല്യനിർണ്ണയം ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി 1 നോക്കാം. സൂചന നോക്കൂ. ഗൺ പടയും ഓർ നീചെ ദിയെ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. എന്താണ്? ഖണ്ഡിക വായിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. സോഹൻ 10 സാൽ കാ ലഡ്കാത. എന്താണ്? ദോഹൻ 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. സ്കൂട്ടർ ചലാന ഉസ്കാ സപ്നാഥ. എന്താണ്? സ്കൂട്ടർ ചലാന ഉസ്കാ സപ്നാഥ. സ്കൂട്ടർ ഓടിക്കുക എന്നത് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഏക് ദിൻ പിതാക്കോ സ്കൂട്ടറിലേക്കർ വഹ് ബാഹർ ഗയ. ഒരു ദിവസം അവൻ അവൻ്റെ അച്ഛൻ്റെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോയി. രാസ്തേമേ പത്തർ സെ ടക്കരാക്കർ നീജെ ഗിര. എന്താണ്? വഴിയിൽ വെച്ച് കല്ലിൽ തട്ടി നീജെ താഴെ അവൻ വീണു അല്ലേ. ഉസ്കോ ചോട്ട് ലഗി. അവൻ എന്ത് പറ്റി? മുറിവ് പറ്റി. ഉസേ ആസ്പത്താൽ ലേഗയ. അവൻ എന്താണ്? ആശുപത്രിയിൽ പോയി. ഡോക്ടർ നീ കഹ ബേട്ട ദവാ പീക്കർ ആരാം കരോ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? ബേട്ട കുട്ടി എന്താണ്? മരുന്ന് കഴിച്ച് വിശ്രമിക്കൂ എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോഹൻ കിത്തനെ സാൽക്കാൽ എടുക്കാത. സോഹൻ എത്ര വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു? നമുക്കറിയാം എത്ര വയസ്സാണ്? അതെ, 10 ആണ് അല്ലേ. 10 വയസ്സല്ലേ. സോ ആൻസർ എന്താണ്? 10. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. वर्ष के लिए സമാന അർത്ഥക് ശബ്ദ് കോൺസാ ഹെ. വർഷ് ഏതാണ്? അതെ, സാലാണല്ലേ. എത്രയാണ്? സാൽ. ഓക്കെ, ദെൻ സ്കൂട്ടർ കിസ്കി. ആരുടെ സ്കൂട്ടർ ആയിരുന്നു? അച്ഛൻ്റെ അല്ലേ. സോ ആൻസർ എന്താ വരിക? യെസ്, പിതാക്കി. ദെൻ സോഹൻ ക ചോട്ട് ലഗി കൈസെ. സോഹന് മുറിവ് പറ്റിയത് എങ്ങനെയായിരുന്നു? സ്കൂട്ടറിൽ നിന്ന് വീണാണല്ലേ. സോ ആൻസർ എന്താണ്? സ്കൂട്ടർ സെ ഗിര. ദെൻ ദവാ പീക്കർ ആരാം കരോ യഹ് കിസ്നെ കഹ. മരുന്ന് കഴിച്ച് വിശ്രമിച്ചോളൂ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അതെ, ഡോക്ടറിനെ. ഡോക്ടറല്ലേ പറഞ്ഞത്. അപ്പം ആൻസർ എന്താണ്? ഡോക്ടറിനെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഗതിവിധി 2. സൂചന ചിത്ര പഹ്ചാനേം ഓർ നിർദ്ദേശാനുസാർ ലിഖേം. എന്താണ്? ചിത്രം മനസ്സിലാക്കി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രോക്കോ അനുസാർ വാക്യോക്കോ ക്രമബദ്ധ കരെ. ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്യങ്ങളെ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്തായിരിക്കും വരിക? യെസ്, അമലിനെ ഏക് സപ്ന ദേഖ. ഫസ്റ്റ് ചിത്രം അതല്ലേ കാണിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? യെസ്, അപ്നെ മേ വഹ് ആസ്മാൻ പഹൂഞ്ച. സ്വപ്നത്തിൽ അവൻ ആകാശത്തെത്തി. ദെൻ തേർഡ്, യെസ്, വഹ് എന്താണ്? ചാന്ദ് സെ മില. വഹ് ചാന്ദ് സെ മില. ചന്ദ്രനെ കണ്ടുമുട്ടി. ദെൻ ലാസ്റ്റ് എന്തായിരിക്കും? ദോനോം ദോസ്ത് ബൻഗയെ. രണ്ടുപേരും കൂട്ടുകാരായി. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ ക്രമപ്പെടുത്തി എഴുതുക. ദെൻ കഹാനി കേലിയെ ഉചിത് ശീർഷക് ദേം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കഹാനിക്ക് ഉചിതമായൊരു ശീർഷകം നൽകാനാണല്ലേ. നമുക്ക് എന്തെഴുതാം? സപ്ന ദോസ്ത് എന്നോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ ഗതിവിധി 3 നോക്കിയാലോ. എന്താണ്? സൂചന കവിതാംശ് പടേം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം. കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സുബഹ് സുബഹ് ഹെ ആത്തി തിത്തലി ഫൂല് ഫൂല് പർ ജാത്തി തിത്തലി സുന്ദർ സുന്ദർ പങ്കോം വാലി സബ്കെ മൻ കോ ബാത്തോ തിത്തലി. ബാത്തി തിത്തലി. സബ്കെ മൻകോ ബാത്തി തിത്തലി. ബാത്തി എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന അല്ലേ. അപ്പം എന്താണ്? സുബഹ് സുബഹ് സെ ആത്തി മിത്തലി. സുബഹ് സുബഹ് സെ ആത്തി തിത്തലി. എന്താണ്? രാവിലെ വരുന്നല്ലേ. ദെൻ ഫൂല് ഫൂല് പർ ജാത്തി തിത്തലി. എന്താണ്? പൂക്കളിലൊക്കെ വന്നിരിക്കുന്നു. ദെൻ സുന്ദർ സുന്ദർ പങ്കോം വാലി. അതിൻ്റെ ചിറകുകൾ എങ്ങനെയാണ്? ഭംഗിയുള്ള ചിറകുകളാണ്. സബ്കോ മൻകോ ബാത്തി തിത്തലി. എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സമാൻ ധ്വനിവാല് ദോ ശബ്ദ് ചുൻകർ ലിഖേം. സമാന സൗണ്ട് വരുന്ന വാക്കുകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? ആത്തി ജാത്തി, അതുപോലെ തന്നെ ആത്തി ബാത്തി. ആത്തി ജാത്തി, ആത്തി ബാത്തി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. സബ്കെ മൻ കോ ബാത്തി ഹെ കോൻ.
എല്ലാവരുടെയും മനസ്സിനെയും ആകർഷിക്കുന്നത് ആരാണ് അത് തിത്തലിയാണ് അല്ലേ. ആൻസർ എന്താണ്? തിത്തലി. ദെൻ യേ ആശയ വാലി പങ്ക്തിയാം ചുൻകല്ലികയും, ഈ ആശയം വരുന്ന വരികൾ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, തിത്തലി സുബഹ് സുബഹ് ആക്കർ ഫൂൽ പർ ജാത്തി ഹേ. ഇതേ അർത്ഥം വരുന്ന വരികൾ ഏതാണ്? യെസ്, ഇതേ വേർഡ്സ് വരുന്ന വരികൾ എഴുതിയാൽ മതി. സുബഹ് സുബഹ് ഹേ ആത്തി തിത്തലി, ഫൂല് ഫൂല് പർ ജാത്തി തിത്തലി. ഓക്കെ, നമുക്ക് ഗതിവിധി 4 നോക്കാം. സൂചന ഗൺപടയും ഒരു പ്രശ്നവും കെ ഉത്തർ ലിഖിയും. എന്താണ്? ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. 2 ഹഫ്തെ കെ ബാദ് അമൽ गांव से चेन्नई पहुंचा. कितना मजा था. गांव का गीत, आम का पेड़, झूला, दादा दादी का प्यार, मुन्नी का मुस्कान. അപ്പോൾ എന്താണ്? ഈ ഖണ്ഡിക വായിച്ചിട്ട് നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. സ്കൂൾ മേം ഉസ്നെ അപ്പിനെ മിത്ര രാഹുൽ സെ മില. സ്കൂളിൽ വെച്ചിട്ട് അവൻ അവൻ്റെ മിത്രമായ ഫ്രണ്ടായ രാഹുലിനെ കണ്ടുമുട്ടി. അമൽ ഓർ രാഹുൽ കെ ബീച്ച് കാ വാർത്താലാപ് ആകെ ബഡായേം. എന്താണ്? അമലും രാഹുലും തമ്മിലുള്ള വാർത്താലാപ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. രാഹുൽ എന്താ ചോദിക്കുന്നത്? അമൽ ചുട്ടി കെ ദിൻ കഹാം ഗയാ. അമലിനോട് ചോദിക്കുകയാണ്. രാഹുൽ അമലിനോട് ചോദിക്കുകയാണ്, ചുട്ടിക്ക് ദിൻ കഹാം ഗയാ. അവധി ദിവസങ്ങൾ എങ്ങോട്ടേക്ക് പോയി ചോദിക്കുകയാണ്. അപ്പോൾ അമൽ പറയാണ്, മേം അപ്പനി ദാദാക്കി പാസ് ഗയേ. മേം അപ്പനി ദാദാ ദാദിക്ക് പാസ് ഗയേ. ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയി. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, അപ്കി ദാദാ ദാദി കഹാം ഹേ. നിൻ്റെ മുത്തശ്ശിയും എവിടെയാണ്? അപ്പം അമ്മൻ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഗ്രാമത്തിലാണെന്നല്ലേ. സോ നമുക്ക് എഴുതാം ഗാവ് മേ ഹേ, ഗ്രാമത്തിലാണ്. അപ്പം രാഹുൽ പറയാണ് ടീക്ക് ഹേ. ചലോ കക്ഷാമേ ചലത്തെ ഹേ. ടീക്ക് ഹേ, ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറയാം അല്ലേ. ദെൻ നോക്കൂ, അമൽ അബ് കഹാം ഹേ. അമൽ അബ് കഹാം ഹേ എവിടെയാണ്? യെസ്, ചെന്നൈയിലാണല്ലേ. എവിടെയാണ്? ചെന്നൈയിലാണ്. ओके, देन गतिविधि 5 सूचना चित्र के स्थान पर शब्द जोड़कर कहानी का പുനർലേഖൻ കരയും. എന്താണ്? ചിത്രത്തിൻ്റെ സ്ഥാനത്ത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കഥ പുനർലേഖൻ വീണ്ടും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് എന്താണ്? അജയ്. അവിടെ എന്തായിരിക്കും വരിക? പേട് എന്നല്ലേ. മരത്തിന് എന്താണ് പറയുക? അതെ, പേടല്ലേ. അജയ് പേടിക്ക് നീച്ചെ ബൈഡ്കർ. ഓടക്കുഴലിന് എന്താണ്? അതെ, ബാംസുരി. ബാംസുരി ദജ രഹാദ. मीठी आवाज सुनकर. द नेक्स्ट यस मोर अല്ലേ. मोर नाचने लगा. इतने में मान എന്താണ്? हिरण और खरगोश भी यहाँ पहुँचे. सबसे मिलकर खुशियाँ മനായി. നമുക്കിവിടെ ബ്രാക്കറ്റിൽ വേർഡ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്, അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ചിത്ര ദേക്കേം और कहानी के आगे ഉത്തർ ലിഖിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ജൂലേമേ കോൻഹെ. ഊഞ്ഞാലിൽ ആരാണ്? അതെ, ലഡ്കിയാണല്ലേ. ദെൻ നോക്കൂ, ചിത്രയ്ക്ക് ആധാർ പർ ലഘു വിവരണം തയ്യാർ കരേം. ചിത്രത്തെ ആധാരപ്പെടുത്തിയിട്ട് നിങ്ങളോട് എന്താണ്? ഒരു ലഘു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണല്ലേ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്. then ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാനുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലഘു വിവരണം തയ്യാറാക്കാം. ഓക്കെ, നമുക്ക് എഴുതാം. സുന്ദർ ഗാവ്. ഇസ് ഏക് ഗാവ് കാ ചിത്ര ഹേ. ഇതൊരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ്. ഗാവ് മേ കുച്ച് കുച്ച് ചോട്ടാ ചോട്ടാ ഗരോം ഹേ. ഏക് ഗർ ആംഗൻ കെ പേട് മേ ബഡാ ജൂലാ ഹേ. ഒരു വീടിൻ്റെ മുറ്റത്ത് ആ വലിയ മരത്തിൻ്റെ മുകളിൽ എന്താണ്? ഒരു മരത്തിൻ്റെ മുകളിൽ വലിയൊരു ഊഞ്ഞാലുണ്ട്. ഏക് ലടിക്കെ ജൂലേ പർ ജൂലേ ഹേ. ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുന്നു. യഹ് ഗർ കെ പാസ് മേ ഏക് ചോട്ടാ ബഗീചാ ഹേ. എന്താണ്? വീടിൻ്റെ അടുത്ത് കുഞ്ഞു പൂന്തോട്ടമുണ്ട്. घरों के बीच विशाल गेट है. एक आदमी गेट के पास मिट्टी के रास्ते में स्कूटर की सवारी करता है. then एक गाय गेट से घास गाती है. എന്താണ്? ഒരു പശു പാടത്ത് എന്താണ്? വയലിൽ പുല്ല് തിന്നുന്നു. ഇസ് ഗാവോं के कई पेड़ और पहाड़ है. ഈ ഗ്രാമത്തിൽ ഒരുപാട് മരങ്ങളും പർവ്വതങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലഘു
വിവരൺ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഹെഡിങ് എഴുതണം, സുന്ദർഗാവ്, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ടൈറ്റിലോ കൊടുക്കുക, എന്നിട്ട് ഇത് കാണുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ലഘു വിവരണം തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.